ത്രിയേക ദൈവത്തിന് സ്തുതി. 2025 ആണ്ടിൽ ഹോശാന ഞായറാഴ്ചയ്ക്ക് ശേഷം കശാനുഭവിച്ചയുടെ നാളുകളിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ക്രൂശിതനായ ക്രിസ്തുവിന്റെ ജീവിതാനുഭവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് പാതാള ശക്തികളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ രുചിച്ചറിയുന്ന ഒരനുഭവത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതെല്ലാ വർഷത്തിലെയും ഒരു പതിവ് ആചാരം അല്ലല്ലോ, അതിനപ്പുറമായി ജീവിതാനുഭവമാണല്ലോ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ മെനയണമേ എന്ന് നമ്മൾ പാടാറുണ്ട്, സമർപ്പിക്കാറുണ്ട്. ചെളിക്കുണ്ടിൽ കിടന്ന ഒരു മൺ കഷണം കുശവനെടുത്ത് പുതിയ പാത്രമാക്കുന്നത് പോലെ പാപമംഗലമായിരുന്ന ജീവിതാനുഭവത്തെ ക്രിസ്തു തമ്പുരാൻ തന്റെ രക്ഷയിൽ കൂടെ നമ്മെ മാറ്റിയെടുത്ത് പുതിയ രൂപമാക്കുകയാണ്. ഉടഞ്ഞു പോകാവുന്ന ജീവിതങ്ങളുണ്ട്, ഇടയ്ക്കുള്ള ചെറിയ ചെറിയ തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോകാം. അതാ തമ്പുരാൻ വീണ്ടും നമ്മളെ പണിത് പുതിയ രൂപമാക്കും. ഒരു ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടത്തി വെട്ടി അത് പരുവപ്പെടുത്തി ലേപനം നടത്തി അതിനെ ഒരു നല്ല പാത്രമാക്കും. പ്രിയരെ, നല്ല പാത്രമാക്കണ്ടേ? അതിനു വേണ്ടുന്ന ഒരു സമയമല്ലേ ക്രൂശിത ജീവിതത്തിന്റെ അനുഭവത്തെ നമ്മൾ കൂടുതൽ ധ്യാനിക്കുന്നത്? ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ അർത്ഥങ്ങളും നമ്മുടെ ജീവിതവും സ്വത്വവും ഒക്കെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാലം അത് ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർന്നായിരിക്കണം. അതിന് ഈ നോയമ്പ് മുഖാന്തരമാകട്ടെ. രൂപപ്പെട്ട് നല്ലൊരു പാത്രം, നല്ലൊരു ജീവിതാനുഭവം, ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവത്തിൽ കൂടെ ജീവിപ്പാൻ അതിന് തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ക്രൂശാണ്. ക്രൂശിന്റെ അനുഭവമാണ് നമ്മളെ നയിക്കേണ്ടത്. ആത്യന്തികമായി നിത്യതയുടെ അനുഭവത്തിലേക്ക് നാം യുവജനങ്ങൾ പ്രവേശിക്കേണ്ടവരാണ്. സ്കൂൾ, കലാലയ ജീവിതത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. വ്യത്യസ്തമായ രൂപപ്പെടലുകൾ നമുക്ക് ആവശ്യമാണ്. അത് ദൈവികമായ രൂപപ്പെടലുകൾക്കൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കൂ. അത് തിരഞ്ഞെടുക്കേണ്ടവരാണ് നാം. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മളെ ഒരുക്കേണ്ടുന്ന സമയം കൂടെയാണ് ഈ നോയമ്പ് കാലയളവ്. പ്രിയ യുവജനങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അതിനെ ദൈവം സഹായിക്കട്ടെ. ക്രൂശിതനായ ക്രിസ്തു, ഉള്ളിലുള്ള ബോധ്യം, ആ ക്രൂശിത വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സെർച്ച് എഞ്ചിൻസ് നമ്മൾ ഒത്തിരി കൈകാര്യം ചെയ്യുന്നു. യു ആർ സെർച്ചിങ് ദ ഗോഡ്. ദൈവത്തെ കൂടുതൽ അന്വേഷിച്ച് നമ്മുടെ ഐഡന്റിറ്റിയുടെ ബോധ്യം തിരിച്ചറിയുവാൻ ഈ നോയമ്പ് ഇടയാകട്ടെ. ദൈവം അതിന് നിങ്ങളെ ശക്തീകരിക്കട്ടെ.